അപ്പൊ ഈ കോവിഡ് കാലത്ത് ഒരുപാട് വാരിക്കോരി സഹായിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തുമുണ്ട്. അപ്പൊ അവരോടൊന്നും ഒരു സഹായവും നിഖിൽ ചോദിച്ചില്ലേ? അതാണ് ഞാൻ പറഞ്ഞത് സാർ, ആരും ഇല്ലായിരുന്നു. ലൈക്ക് ഞങ്ങൾ അവിടെ ഒരു അനാഥരായതുപോലെ ഞങ്ങൾ മൂന്നുപേരുടെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ. ഇപ്പൊ ഈ കേശവാസപുരത്ത് ടൗണിൽ തന്നെയാണോ നിങ്ങൾ താമസിക്കുന്നത്? സിറ്റി ആയിട്ട് തൊട്ട അയലത്തെ ആളുകൾ താമസിക്കുന്നുണ്ടോ? ഫ്ലാറ്റ് ആണോ? ഫ്ലാറ്റില് അയലത്തുകാരൊന്നും ചോദിക്കില്ലേ? ഇല്ല, അവരെല്ലാരും റൂം അങ്ങ് അടച്ചങ്ങ് കുത്തിയിരിപ്പ. അങ്ങനെ നമ്മളെ അറിയാനോ കൂടെ അറിയാനോ അങ്ങനെ നെയ്ബേഴ്സ് ആയിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ കാര്യമൊക്കെ മോനിയിട്ട് ഈ ന്യൂസ് 18 സംസാരിച്ചതിന് ശേഷം ഈ അയലത്തുള്ള ആളുകളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി? ഇല്ല, ആരും ഇല്ല. ഇപ്പോഴും കൺഗ്രാറ്റുലേഷൻസ് നിഖിൽ. ഈ ഒരു വാക്ക് പറയാൻ പോലും ആർക്കും സമയമില്ല എന്നുള്ളൊരിതാണ്. അഭിരാം, എന്താ അഭിരാമേ, നിഖിലിന്റെ കാര്യങ്ങളൊന്നും ക്ലാസ്സിലെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ സ്കൂളിലെ ആളുകളോ മാനേജ്മെന്റോ ഒന്നും ആദ്യം ശ്രദ്ധിക്കാതെ പോയ എന്തുകൊണ്ടാണ്? ടീച്ചർമാർക്ക് അറിയായിരുന്നു. ടീച്ചർമാർക്കും പിന്നെ നമ്മൾ 2-3 ക്ലോസ് ഫ്രണ്ട്സ് അവനെ ഉള്ളൂ. ഫിനാൻഷ്യലി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, പക്ഷെ നമ്മൾ അവനെ അതെ, അത് മതി. അവന്റെ പ്രോബ്ലം എല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. അവൻ എന്ത് വിഷമാണെങ്കിൽ നമ്മൾ തന്നെ വന്ന് പറയും. നമുക്കാണ് ആ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഇവന്റെ സിറ്റുവേഷൻ അറിയാനുള്ളത്. പിന്നെ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമാണോ പുള്ളി വിദ്യാർത്ഥി? അതെ. അപ്പൊ ശരി, അപ്പൊ കൂട്ടുകാരൻ നല്ല കൂട്ടുകാരനാ അല്ലേ? നിഖിലിന് ഇപ്പോ യഥാർത്ഥത്തിൽ ഈ 18 വയസ്സിലെ കുട്ടിക്ക് കിട്ടേണ്ട പുസ്തക പരിചയം, യാത്ര, അല്ലെങ്കിൽ വിനോദയാത്ര പോവുക, അല്ലെങ്കിൽ ബീച്ചിൽ പോയി ഇരിക്കുക, സിനിമ കാണാൻ പോവുക, നാടകം കാണാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്റർടൈൻമെന്റ് ഉണ്ടല്ലോ. ആ എന്റർടൈൻമെന്റിലൊക്കെ പോകാൻ നിഖിലിന് പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നത്. അതില് നിഖിലിന് വിഷമം ഉണ്ടാകാറുണ്ടോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇല്ലെന്ന് പറയില്ല. അങ്ങനെ എന്റർടൈൻമെന്റ് എന്ന് പറയാൻ ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോ സങ്കടമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനുഭവിക്കാനുള്ള അനുഭവിച്ചല്ലേ പറ്റൂ, അത്രേ ഉള്ളൂ. ഒരു പക്ഷെ എനിക്കൊന്ന് നിഖിലിന്റെ ജീവിതം മാറാൻ പോവാ നിഖിൽ, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോ ഇതൊക്കെ ഒരു നിമിത്തമായിരിക്കും നിഖിലിവിടെ വരുന്നതും നമ്മോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതല്ല, നിഖിലിന്റെ അമ്മ എന്നെ കാണാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നു പറഞ്ഞപ്പോ എനിക്ക് ആ കണ്ണുകളിലെ തിളക്കം മനസ്സിലായി. അപ്പൊ അമ്മ ചിലപ്പോ നിങ്ങളുടെ ജീവിതം മാറാൻ പോവായിരിക്കും. ഈ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ചിലപ്പോൾ ഈ ഫ്ലോറിൽ നിന്നായിരിക്കും. ഈ ഫ്ലോറിൽ വന്ന പല ആളുകളും അവരുടെ വേദനയ്ക്കൊക്കെ അവസാനം ഉണ്ടായി വേറെ ലൈഫിലേക്ക് പറന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിലൊരാൾ ഈ കുടുംബമായിരിക്കും. അപ്പോൾ നിഖിൽ യഥാർത്ഥത്തിൽ ഈ അപ്പുവിന്റെ കാര്യം, ഇങ്ങനെ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ സംരക്ഷിക്കാനും അവന്റെ കാര്യങ്ങൾ നോക്കാനും ഇത്തിരി പാടാണ്. അപ്പൊ നിഖിൽ ഏത് പ്രായം മുതലാണ് അപ്പുവിന്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്? ഒരു കൊച്ചിലെ തൊട്ട്. ഞാൻ പറഞ്ഞു, അച്ഛൻ മരിച്ച ഒരു ടൈം ഒരു 9 വയസ്സിൽ തന്നെ തുടങ്ങി. ഇവനെ കുളിപ്പിക്കണം, ഭക്ഷണം വാരി കൊടുക്കണം അല്ലേ? അപ്പോഴൊക്കെ അമ്മ ഓക്കെ ആയിരുന്നു. അമ്മ ഒരു വിധമൊക്കെ ചെയ്യും. ഈ പാർക്കിൻസോണിസം വന്നിട്ട് 2 വർഷം ആയിട്ടുള്ളൂ അമ്മയ്ക്ക്. അപ്പൊ ഇത് സ്കാൻ ചെയ്ത് ഇത് കണ്ടുപിടിച്ചത് ലൈക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇങ്ങനെ ഇതാണ് എന്ന് കണ്ടുപിടിച്ചു. 2 വർഷം മുമ്പിലെ അമ്മയ്ക്ക് ഈ തളർച്ചയും അമ്മ വയ്യാണ്ടൊക്കെ ഈ ടെൻഷൻ ഒരുപാട് എടുക്കുന്നുണ്ട്. ഇത് ബ്രെയിനിലാണ് എഫക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത് 2 വർഷം മുമ്പേ ഉണ്ട്, പക്ഷെ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് കണ്ടുപിടിച്ച ലാസ്റ്റ് ഇയർ ആണ്. അപ്പോഴാ ടൈമിൽ കുഴപ്പമില്ല, അമ്മ കുളിപ്പിക്കുകയും ഇവനെ കഴിപ്പിക്കുകയും ചെയ്യും. എന്നാലും ഞാൻ വീട്ടിലെ പണി. പക്ഷെ ഇത് ഫുൾ എന്റെ തലയിലാവുന്നത് ഒരു 15 വയസ്സിലൊക്കെയാണ്. 15 തൊട്ട് ഇപ്പൊ ഫുൾ വിറയലുണ്ട്. കൈ വിറയലും പിന്നെ കാലൊക്കെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ അമ്മ ഇരിക്കുന്ന രീതി ഉണ്ടല്ലോ, ഈ കുറെ സമയം ഈ ഒരു ഇരിപ്പിരുന്ന അമ്മ ഈ കാല് പെട്ടെന്ന് വേനിക്കും. ഈ മറ്റേ നമ്മൾ ഈ ടോയ് ഇങ്ങനെ പിടിച്ച് മാറ്റുന്ന ഈ കാലിങ്ങനെ പൊക്കി ഇങ്ങനെ എടുക്കണം, എന്നാലേ എണീക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥ. അമ്മയും സഹായിക്കേണ്ടി വരും. അതെ അല്ലേ? ഇപ്പൊ അമ്മയെ സഹായിക്കേണ്ട ഒരു ഇതാണ്. ഓക്കെ. അപ്പൊ ഈ മോന് ഈ ഭക്ഷണം വെക്കാനൊക്കെ എവിടെ സമയം കിട്ടുക? ഭക്ഷണം ചിലപ്പോ ഒന്നും ഞാൻ വെക്കത്തില്ല, കൂടുതലും പുറത്തുനിന്നാ വാങ്ങിക്കാറുള്ളത്. പിന്നെ അങ്ങനെ ഇപ്പൊ ഞാൻ ഉച്ചയ്ക്കൊക്കെ ഞാൻ കൂടുതലും വൈകിട്ടാ സ്കൂളിൽ നിന്ന് വരുന്നത്. രാവിലെ 7:30 ബസ്സിൽ കയറി പോയിട്ട് ഞാൻ ഒരു 5 മണിയൊക്കെ ആവും ഞാൻ എത്തുമ്പോ. അഥവാ ഉച്ചയ്ക്കാണ് ഞാൻ വരുന്നുവെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ചിലപ്പോ നേരത്തെയൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കും. അല്ലെ വൈകിട്ടാണ് വരുന്നെങ്കിൽ കൂടുതലും പുറത്തുനിന്നാണ് വാങ്ങിച്ച് കഴിക്കുക. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? രാവിലെ ഞാൻ 4 മണിക്ക്. അപ്പൂനെ എപ്പോഴാ കുളിപ്പിക്കേണ്ടത്? അപ്പൂനെ രാവിലെ കുളിപ്പിക്കില്ല. രാവിലെ ഇവൻ ഉറങ്ങും. ഇവൻ രാത്രി ഭയങ്കര ലേറ്റ് ആയിട്ട് ഉറങ്ങാറ്. ഒരു 1-2 മണി. ഞാനും ഉണർന്നിരിക്കും. ഞാൻ ഇവനെ ഉറക്കിയിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ ചില ദിവസങ്ങളൊക്കെ സ്കൂളിലൊക്കെ പോയി ചെന്ന് ഞാൻ അറിയാണ്ടൊക്കെ ഉറങ്ങി പോയിട്ടുണ്ട്. അപ്പൊ എത്ര മണിക്കൊക്കെ സാധാരണ അപ്പു ഉറങ്ങും? ഇവൻ 1-2 മണിയൊക്കെ ആവും. 2 മണി, വെളുപ്പിൽ 2 മണിയാവും. അത്രയും നേരം ഉണർന്നിരിക്കും. എന്നിട്ട് രാവിലെ മോൻ 5 മണിക്ക് എഴുന്നേക്കും. അപ്പൊ 2 മണിക്കൂറിലേ ഉറങ്ങാൻ പറ്റൂ? അത്രയും മതിയോ? മതിയോന്ന് വെച്ചാൽ ഇല്ല. കാര്യം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും എനിക്കുണ്ട്. ഈ തലവേദനയൊക്കെ ഇടയ്ക്കൂടെ ഒക്കെ വരും. അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചേഴ്സ് ഒക്കെ ഈ കാര്യം അറിഞ്ഞു ഈ അഭിരാം പറയുന്നുണ്ടല്ലോ. അപ്പൊ അവരെന്നിട്ട് അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അത് എനിക്ക് സ്പെഷ്യൽ മെൻഷൻ പറയാനുള്ള എന്റെ ക്ലാസ് ടീച്ചറിനാണ്. ഷിജി സാർ എന്നാണ് പേര്.
പുള്ളിയാണ് എന്നെ ഫിനാൻഷ്യലി പുള്ളി അത്ര ഒരു ഇതല്ലെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് എനിക്കൊക്കെ പഠിക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരുപാട് സപ്പോർട്ട് എനിക്ക് പുള്ളി തന്നിട്ടുണ്ട്. അതിന് എത്ര സാറിനോട് എനിക്ക് ഒരുപാട് കടപ്പാടഞ്ഞ അപ്പുറം എന്തെങ്കിലും വാക്കുണ്ടേ അത് പറയാം. സാർ എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ അവസ്ഥ അറിഞ്ഞു. സാറിന് ഒരു ദിവസം സാറ് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ സാറിൻ്റെ പൈസ ഇല്ല, സാർ എന്നിട്ട് പോലും ഒരു 1000 രൂപ ഞങ്ങളുടെ കയ്യിൽ തന്നു. അത്രയും നല്ലൊരു മനുഷ്യനാണ് സാർ എന്ന് പറയുന്നത്. അത്രയും നല്ല മനുഷ്യൻ, വലിയ കാര്യമാണ്. അതെ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇന്നാട്ടി കുറവാണെന്നുള്ളതാണ് സത്യം. അപ്പം ഈ അപ്പൂനൊരു സ്പെഷ്യൽ സ്കൂളില് നിങ്ങൾ ചേർത്തിരുന്നല്ലോ, അവിടെ എന്താ സംഭവിച്ചത്? ആ സ്കൂളിൽ തുടരാൻ കഴിഞ്ഞില്ലേ? ഇല്ലേ, അവിടെ ഈ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവന് വേണ്ടത്ര കെയർ കൊടുക്കുന്നില്ല. അപ്പൊ അവിടെ എന്നാ പറ്റിയെന്ന് വെച്ചാല് ഇവനെ പിടിച്ച് ഇവരുടെ എന്തോ അസംബ്ലി എന്തോ ബന്ധപ്പെട്ട് ഇവനെ പിടിച്ച് റൂമിൽ പൂട്ടിയിട്ടു. ഇവൻ കരയുവാന്നും പറഞ്ഞിട്ട് റൂമിൽ പൂട്ടിയിട്ടു. അത് അമ്മ അന്ന് ഒരു ദിവസം എന്തോ സ്കൂളിൽ വണ്ടി എന്തോ പോയ സമയത്ത് ഇവൻ കരയുമായിരുന്നു അതിനകത്ത് റൂമിൽ ഇരുന്ന്. അമ്മ അത് കേട്ടില്ലായിരുന്നു എങ്കിൽ അവൻ ആ റൂമിൽ തന്നെ കിടന്നേനെ. ഭാഗ്യത്തിന് അമ്മ ആ കരച്ചിൽ കേട്ടോണ്ട് ഇവൻ അവിടെ നിന്ന് ആ സ്പോട്ടിൽ തന്നെ എടുത്തു. പിന്നെ അവനെ വിട്ടിട്ടില്ല. ഓക്കെ, നിഖില് പറയുന്നുണ്ടായിരുന്നു, ഈ ആ ടി വിയിൽ വന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർക്കെല്ലാം കുക്ക് ചെയ്ത് നിഖിലിന് കുക്കിങ്ങിൽ ഒരു ടേസ്റ്റ് വന്നു. അത്യാവശ്യം കുക്കായോ? കുഴപ്പമില്ല, അറിയാം. എന്തൊക്കെ കുക്ക് ചെയ്യാൻ അറിയാം? കറികളൊക്കെ ഉണ്ടാക്കും, പിന്നെ ചായ, അങ്ങനെയൊക്കെ അത്യാവശ്യം ചോറ് കാര്യങ്ങള്. അതിനിടയിൽ നമ്മുടെ ഷെഫിള്ള വിളിച്ചായിരുന്നു അല്ലേ? അതെ, നമ്മുടെ മാസ്റ്റർ ഷെഫിള്ള വിളിച്ചില്ലേ? വിളിച്ചിട്ട് എന്താ പറഞ്ഞ അദ്ദേഹം? പുള്ളിയുടെ ആ കൊച്ചിയിലെ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, അവിടെ പുള്ളിയുടെ ഒരു 1 വീക്ക് ഇന്റേൺഷിപ്പ് എനിക്ക് തരാന്ന് പറഞ്ഞു. അതായത് എന്റെ ഈ +2 ബോർഡ് എക്സാംസ് കഴിഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് കൊച്ചിയിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ഒരു 1 വീക്ക് ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് 4 വർഷത്തെ കോഴ്സും കൂടെ പഠിക്കാന്ന് പറഞ്ഞു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടോ നിഖിലിന്? ഏറ്റവും നന്നായിട്ട് വെക്കാൻ പറ്റുന്ന ഏത് ഭക്ഷണോ? അങ്ങനെ ഒരു നൂഡിൽസ് ഞാൻ ഉണ്ടാക്കും. ഞാൻ തന്നെ ചെറുതായിട്ടൊന്ന് ഞാൻ പ്രത്യേക ഒരു ബ്രാൻഡ് ആക്കിയാലോ അക്രോസ് ദ വേൾഡ്. ഓക്കെ, അമ്മയോട് ചോദിക്കാം. അമ്മ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളല്ലേ? നിഖിലിന്റെ കുക്കിംഗ് എങ്ങനെയുണ്ട്? നല്ലതായിട്ടുണ്ട്. ആണോ? നല്ലതായിട്ട് അവൻ ഉണ്ടാക്കുന്നതിൽ അവന്റെ നൂഡിൽസ് എങ്ങനെയുണ്ട്? അമ്മ എൻജോയ് ചെയ്തിട്ടുണ്ടോ? നല്ല ടേസ്റ്റാ. ആണല്ലേ? താങ്കളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടോ ഇദ്ദേഹത്തിന്റെ കുക്കിംഗ്? നൂഡിൽസ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ ചായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മോൻ ഉണ്ടാക്കി കൊണ്ട് തരാറുണ്ട്. ഞാൻ ഒരു രീതികളും നമുക്ക് ചെല്ലുമ്പോഴേ അവനെ കൊണ്ടൊന്നും ഉണ്ടാക്കിക്കാൻ തോന്നത്തില്ല. നിങ്ങൾ അയലത്താണോ താമസിക്കുന്നത്? 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ വരാനുള്ള കാര്യം എന്തോ? ഞങ്ങള് ബന്ധുക്കളാണോ? ബന്ധുക്കളല്ല, ഞങ്ങള് അതായത് ഷീബിക്ക് ഒരു കെങ്കൻ പാറ്റന്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ നടത്തിയിരുന്നു അല്ലേ? പരിചയപ്പെടുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ നല്ല കൂട്ടാവുന്നത്. അപ്പൊ നിഖിലിന്റെ കാര്യങ്ങളൊക്കെ പൊതുവെ നിഖിൽ ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കാനും കുറവായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇത് സന്ദർഭവശാൽ ഇങ്ങനെ TV പറഞ്ഞു പോയതുകൊണ്ട് വൈറലായി പോയി. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ നിഖിൽ ഒരു താരമാണ്. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് മത്സരത്തിലേക്ക് കടന്നാലോ? നിഖിൽ +2 പഠിക്കുന്ന വിദ്യാർത്ഥിയല്ലേ, അപ്പൊ താങ്കൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു മത്സരമാണിത്. ഓക്കെ.